എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സൈക്കിൾ നിൽക്കണ്ടേ? അവനെനിക്ക് വേണം, വേറെ ആര് കിട്ടിയില്ലെങ്കിലും അവനെവിടെ വേണം. എന്ത് മോഷണമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ, പിന്നാലെ പോട്ടെ, പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം, മുഖം വേണം. ക്യാമറ തിരിക്ക്, ക്യാമറ തിരിക്ക്. സാറേ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. മോള് വിട്ടത്തോണ്ട് തത്തിന്റെ കൈ ഉറക്കാൻ നോക്കിയോ? എന്റെ മാത്രല്ല, കൂട്ടിന്റെ കൈ കരക്ഷത്തിൽ സോഡ വെച്ചടിച്ച ചെറിയ ഇന്നലെ അടിച്ചതാ. ഷർട്ട് ഇടാനും മറന്ന് പുല്ല്. അയ്യോ തുമ്പ. ആ ഷെഡിയെ നിങ്ങളെന്തോ ഓടിയേ? എടാ സുമേഷേ, നീ വെറുതെ തമാശ കളിക്കല്ലേ. ഇവിടെ റോഡ്. ആ അതെ, ഞാനും സൈക്കിൾ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കുമായിരുന്നു പാടത്ത്. അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു വന്നടാ. അയ്യോ, അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ടെന്താ, ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ പടപടച്ചു. അയ്യോ സുമേഷേ, നീ തീർന്നടാ, തീർന്ന്. എടാ അത് പോലീസിന്റെ റോഡാ. എടാ അതിൽ സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവര് നിന്നെ ഫുള്ള് സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ചെയ്യാ? നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. അവര് ചെയ്തോളും പറഞ്ഞാ? എടാ നിന്നെ കിട്ടിയ അവര് ഉരുട്ടും, ഉരുട്ടി കൊല്ലും. നീ ആ ക്ലാപ്പെടുത്തോണ്ട് അവിടെ നിന്ന് പോയേ. ഇനി മേലെ ഇങ്ങോട്ട് വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുറ്റി. സാറേ, എന്നാലും എന്റെ പീറ്ററെ, നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട്. സാറിന്ന് വന്നാ അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന് വാ. തല്ലിക്കൊല്ലും. എന്റെ പോലെ പോലെ ആയിരുന്നു സാറേ. മോനെ കരയല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം. സാറിന് ഒരു ഉണ്ടായി കണ്ടുപിടിക്കാൻ അറിയില്ല. അതൊരു മനസ്സിലായി. സാറിന് അറിയാം, ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറേ ഡ്രോണ്. ഞാനിനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ. എല്ലാ ജീവിതം മനുമോൻ കരയല്ലേ. മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് മീ. പത്തനാപുര രാജാവിനെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. മോൻ ധൈര്യമായിട്ട് വേണ്ടി കയറും. പീറ്ററെ സാർ, വണ്ടി എടുക്കുക. പത്തനാപുരത്തേക്കാണ് സാർ? അല്ല, കോണത്ത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു.
അങ്ങരുടെ തേങ്ങയും ശ്ലോകം ചെല്ലലും. പീറ്ററെ അവിടേക്കാ പോയിട്ടുള്ളത്. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട് പീറ്ററെ, അങ്ങോട്ട് വിടറാ. പറപ്പിച്ച് വിട് സാറേ. മനുമോൻ പറഞ്ഞു കേട്ടില്ലേ, പറപ്പിച്ച് വിട് പീറ്ററെ. വിട്ടു സാർ. നീ ഇത് കൊണ്ട കൊടുത്തേ. എനിക്ക് കല്യാണം വേണ്ട. എന്താടിയ ചെറുക്കൻ്റെ ഒരു കുഴപ്പം? നല്ല വെളുവിളാന്നല്ലേ ഇരിക്കണേ. ദുബായ് നല്ല ജോലിയുണ്ട്. മോൻ ദുബായിലെവിടെയാ? ദുബായിലെ അച്ഛ, ഞാൻ കരാമയിലാണ് അച്ഛ. എന്നാ മോയെ കിട്ടിക്കോ. നിന്ന് ചിലക്കാണ്ട് കൊണ്ട് കൊടുക്കടി. കരാമേല് കരാമയില് കരാമ കരാമ കടലാമ. ചായ കുടിക്ക്. ഞാൻ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ. അതിനെന്ത് മോനെ, ആയിക്കോട്ടെ ചെല്ല്. ഓക്കെ ചെല്ലിട്ടു. ഹായ് അമ്മേ. നിങ്ങൾ ചായ കുടിക്കും. ഹായ്, ഹലോ. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണോ? അല്ല. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണ് കണ്ട് എനിക്കറിയാലോ അല്ലേ? ചേട്ടാ ഇത് പൊട്ടു. തപാശക്കരുത് ഒറ്റ അടി വെച്ച് തന്നിട്ടല്ലോ. എനിക്കിഷ്ടായി. ഞാനെല്ലാവരും പറയാൻ പോവാ നമ്മുടെ കല്യാണം വന്ന്. അതെ, ഐ ലവ് യു. ആ പറയടേ. എന്നെ തേക്കാനാണോ നിന്റെ പ്ലാൻ? എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ ഇന്നൊരു കൂട്ടർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ കാണണം. നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എടി ചേച്ചി പോയ പിന്നെ ഞാനങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എനിക്കൊന്നും കേൾക്കണ്ട വിനു. നാളെ രാവിലെ ഞാൻ കലിങ്ങിലുണ്ടാവും. നീ അവിടെ എത്തിയിരിക്കണം. ഇത്തിരിയും കൂടി തുണി മാറ്റിയേ കാണാറുന്നു മൊബൈൽ. മാസ്ക് യാത്ര. ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം. നീയല്ലേ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയ? ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ. ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി ഇല്ല സാറേ. ആ ഡ്രോൺ പറത്തണ പയ്യൻ്റെ അമ്മ വന്നിട്ടുണ്ട്. മറികടാ മറ. എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കമ്മേ. മോൻ സമാധാനപ്പെടും, അമ്മ ശരിയാക്കാം. അമ്മയുടെ മുത്തല്ലേ മോൻ? ഡ്രോൺ കിട്ടിയില്ലെങ്കിൽ കാശെങ്കിലും തരാൻ അമ്മ വരൂ. പറയാം. അമ്മ പോയിട്ട് വരാം. പോയിട്ട് വാ. ഇരിക്കൂ. നമസ്കാരം അമ്മേ. നമസ്കാരം സാറേ. എന്തിനാ സാറേ എൻ്റെ കൊച്ചിൻ്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത്? അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത്. സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചിലോട് കരച്ചില്ല. അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. അയ്യോ അമ്മേ, ഞാൻ പറത്തി വിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല. പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ല സാറേ? അതായത് അമ്മ, നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്. ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു. അവനെ പൊക്കാനുള്ളൊരു സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു 4 ആഴ്ച. അതൊരു മാതിരി തൈര് വർത്താനല്ലേ സാറേ? അതുവരെ എൻ്റെ ചെക്കൻ എന്താ ചെയ്യാ? അവനെ സാർ പോലീസിലെടുക്കോ? പറ സാറേ, പറഞ്ഞിട്ട് പോ സാറേ. ഇമ്മാതിരി തെറി പറഞ്ഞ നിന്റെ അമ്മച്ചിയെ നോക്കൂല, മുട്ടുകാലിയിട്ട് ഞാൻ. നീ വണ്ടി കയറ. നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ. പീറ്ററെ വണ്ടി എടുക്കടാ. അവന്റെ അമ്മയുടെ ഒരു കോറ്റാടി ഒരുമാതിരി പുളിച്ച തൈരായി പോയി.